കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോടെ മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ മനോഹർ നിഷയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സംസാരിച്ച് അവസാനം വന്നപ്പോ മേഘനയുടെ കാര്യം എടുത്തിട്ടു. അപ്പൊ മേഘനയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ തന്നെ നിഷയുടെ അമ്മ പറഞ്ഞു, അവള് ചാടിപ്പായ അന്ന് ഞങ്ങൾ അവളെ ഉപേക്ഷിച്ച, ഇനി അവളെ പോലെ ഒരു മകള് ഞങ്ങൾക്കില്ലാന്ന് പറയാം. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അല്ല അവരുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ലേ, ഇനിയിപ്പൊ അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവൾ പ്രസവിക്കണ്ടേന്ന് ചോദിക്കാം. അതൊക്കെ ആര് നോക്കുന്നു, അവളെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്ന പോലില്ല, അങ്ങനെ ഒരു മകള് ഞങ്ങൾക്ക് ഇല്ലാന്ന് പറയാം. പെട്ടെന്ന് മനോഹരൻ, എത്രയാളും നിങ്ങളുടെ മോള് തന്നെയല്ലേ, നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ടിട്ട് നിഷയുടെ അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നീട് മനോഹർ ചായ എടുത്ത് കുടിച്ചു. പെട്ടെന്ന് കണ്ണ് നിറയുന്നതൊക്കെ ആയിട്ട് അഭിനയിച്ചു. എന്നിട്ട് പറയാം, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പെട്ടെന്ന് സെന്റ് ആവും. ഒരച്ഛനില്ലാത്ത കുഞ്ഞിനെ ഒരു പെൺകുട്ടി പ്രസവിക്കാന്ന് പറഞ്ഞാലേ. ഈ സമയത്ത് നിഷയുടെ അമ്മ പറഞ്ഞു, കണ്ടില്ലേ അവന് എത്ര നല്ല പയ്യനാ, അവനെപ്പോൾ ഒരു പയ്യനെ കിട്ടി നിന്റെ പുണ്യമാ, അതുകൊണ്ടാണ് നോക്കി എന്ത് നല്ല സ്വഭാവ ഗുണമുള്ളതാണെന്ന് നോക്കാൻ പറയണം. ഈ സമയം മനോഹർ ഉള്ളാലെ ചിരിക്കുക. പെട്ടെന്ന് നിഷയുടെ അമ്മ പറഞ്ഞു, ദേ ഇനിയിപ്പം മോന് അവളെ കുറിച്ച് എടുത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ, അവളെ ഈ വീട്ടിൽ നിന്ന് പടിയടിച്ച് മിണ്ടം വെച്ചാ അവൾ ഒരു കാരണവശാലും ഇനി ഈ വീട്ടിലേക്ക് കടന്നു വരത്തില്ല. അവൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേ പോയി കഴിഞ്ഞു, അവളെ ഞങ്ങൾ മറന്നു കഴിഞ്ഞ കാര്യമാണ്, അവള് മരിച്ചെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ജീവിക്കണേ. ഈ സമയത്ത് മനോഹർ ഇനി കുറച്ചാൾ കഴിയുമ്പം നിങ്ങളുടെ മോൾക്കും ഇതേ ഗതിയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്, അച്ഛനില്ലാത്തൊരു കുഞ്ഞ്, അതായിരിക്കും നിങ്ങളുടെ മോളുടെ ഗതി. അപ്പോഴായിരിക്കും ഈ മനോഹർ ആരാന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നത്. പിന്നീട് രൂപം വീട്ടിലിങ്ങനെ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിച്ചത്. ഇതാരാ പോലും നോർത്ത് പോയി കഥ തുറന്നു നോക്കിയപ്പം വരുന്നത് ശാരിയായിരുന്നു. ശാരി അങ്ങോട്ട് വന്നു. ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടുള്ള വരവാണ് ആ വരവ്. ശാരിനെ കണ്ടപ്പം പെട്ടെന്ന് രൂപ ചോദിച്ചു, എന്തിനാ വന്നേ? ഞാനും ചന്ദ്രേട്ടനും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചെന്ന്. ആ കാര്യം പോയി രാഹുലേട്ടനോട് പറഞ്ഞു കൊടുക്കാനായിട്ടാണോ, അതിനു വേണ്ടി എന്തെങ്കിലും തെളിവുണ്ടാക്കാൻ വന്നാണെന്ന് ചോദിക്കാം. പെട്ടെന്ന് ശാരി പറഞ്ഞു, അതെ രൂപ, നീ ഇങ്ങനെ പറയരുത്, ശവത്തെ കേട്ടോന്ന് പറയാം. എന്താ കാര്യം? എനിക്കറിയാം, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന്. ഞാൻ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, ഒരാശ്രയത്തിന് വേണ്ടി വന്ന. അല്ലെ കാര്യം എന്താന്ന് പറയാം. നിനക്കറിയാലോ അങ്ങേരനെ ചതിച്ച കാര്യമൊക്കെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രൂപേ, ഇത്രയും കാലം നിന്നെയും ചന്ദ്രസേനയും തമ്മിൽ അകറ്റാനുള്ള കൂലി എനിക്ക് കിട്ടിയത്. അറിയാം, നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങളെ ഞാൻ അത്ര വലിയ ചതിയല്ലേ നിങ്ങളോട് ചെയ്തേന്ന് ചോദിക്കാം. പെട്ടെന്ന് രൂപ പറഞ്ഞു, സരിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ എന്ന് പറയുന്ന എന്റെ ആംഗ്ലേ ഉണ്ടല്ലോ എന്നെ ചതിച്ചാന്ന് പറയണം. പെട്ടെന്ന് ശാരി, ശാന്ത രൂപ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ എന്താന്നോ, സരിവ് ജീവിതത്തിൽ വരുന്നതിന് മുമ്പല്ലേ ഞാനും ചന്ദ്രേട്ടൻ തമ്മിൽ ആകുന്നേ. അതിന് കാരണക്കാരനാരാ? എന്റെ ആംഗ്ലയെന്ന് പറയുന്ന രാഹുല് ചന്ദ്രേട്ടനെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് സത്യമാന്നുള്ള രീതിക്ക് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പിന്നീട് ഞാൻ ആ കൺമുന്നിൽ ആ കാര്യം കാണുകയും കേൾക്കുകയും ചെയ്തു. പിന്നീട് രൂപയുടെ മനസ്സിലേക്കൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ്. ചന്ദ്രസേനും താനേയും തമ്മിലുള്ള സംസാരമൊക്കെ താൻ മറിഞ്ഞു നിന്ന് കേൾക്കാൻ ഇടയായത്. ചന്ദ്രസേന പറഞ്ഞു, നീ പേടിക്കണ്ട താര, എന്ത് വന്നാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഏതൊരു നല്ല ഹോസ്പിറ്റലില് നിന്റെ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതെല്ലാം കേട്ട അന്ന് ഞാൻ ചന്ദ്രേട്ടനെ ചന്ദ്രേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ പോന്ന്. പക്ഷെ അതിന്റെ എല്ലാം പിന്നില് രാഹുൽ എന്ന് പറയുന്നതിന്റെ ആംഗളയായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഈ 10-25 വർഷക്കാലം ഞാൻ വേദന അനുഭവിക്കില്ലായിരുന്നു. പാവം ഞാനും എന്റെ ചന്ദ്രേട്ടനും ആയ നല്ല കാര്യത്തിൽ ഞങ്ങൾ പിരിഞ്ഞ. ഇനിയിപ്പോ 55 വയസ്സായി ഞങ്ങൾക്ക്. ഈ സമയത്താ ഒരുമിക്കുന്നത്. എത്രയോ വർഷമാണ് ഞങ്ങളുടെ പോയത്. പെട്ടെന്ന് ശാരി പറഞ്ഞു, എനിക്കറിയാം രൂപേ, നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് എനിക്കറിയാം. അതെ, ഇനി നിങ്ങളെ ഞാൻ ചേച്ചിന്ന് വിളിക്കത്തില്ല, പേര് തന്നെ വിളിക്കത്തുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ, ചേച്ചിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഏകദേശം സമപ്രായക്കാരാ. പിന്നെ ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്ത് ഇനിയിപ്പം നിങ്ങളെ ഞാൻ ചേച്ചിന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് ശാരി പറഞ്ഞു, നീ എന്ത് പേര് വേണേലും വിളിച്ചോ, എടീന്ന് എന്ത് വേണേലും വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല, നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കത്തില്ല. ഇനി ഞാൻ ചതിക്കാൻ പോകുന്ന ആരെന്നറിയോ, രാഹുൽ എന്ന് പറയുന്ന എന്റെ ഭർത്താവിനെയാന്ന് പറയാം. പെട്ടെന്ന് രൂപ പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയി നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഞങ്ങളെല്ലാവരും ഒരുമിച്ചെന്നുള്ള കാര്യം. അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാനും ആരോടും പറയില്ല. പെട്ടെന്ന് ശാരി പറഞ്ഞു, സരിയു എന്റെ മകളല്ലെന്നുള്ള കാര്യം നിങ്ങൾ ആരോടും പറയരുത്. ശാരിയോട് പെട്ടെന്ന് എന്റെ രൂപ പറഞ്ഞു, ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഞാനും എന്റെ ചന്ദ്രേട്ടനും മക്കളും ഒന്നിച്ചെന്നുള്ള കാര്യം. കാരണം ഞാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നറിയാവോ, എന്റെ മക്കളും ചന്ദ്രേട്ടനുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ഇനി അത് തല്ലിക്കിടത്താനായിട്ട് ആരും വരില്ല. ഒരു പക്ഷേങ്കില് നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരത്തിലുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സമയം
ശാരി പറഞ്ഞു ശരിയാ, നീ പറഞ്ഞ ശരിയാ, ഞാൻ അത്രമാത്രം ദുഷ്ടതകൾ കാണിച്ചിട്ടുണ്ട്, നിന്നോടും നിന്റെ കുടുംബത്തോടും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ രാഹുൽ എന്ന് പറയുന്നവനെ എന്റെ കൈ കൊണ്ടായിരിക്കും അവന്റെ മരണം. ഒറ്റയടിക്ക് അവനെ ഞാൻ തീർക്കത്തില്ല, അവൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലത്തുള്ളൂ. ഇപ്പൊ തന്നെ അവന്റെ ആ തലമണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് ഞാനും കൂടി വരുന്നത്. ഇനി അതല്ല, അതിലപ്പുറം ഞാൻ ചെയ്യാൻ പോകുന്നേ. അതുകൊണ്ട് എനിക്ക് ഇനിയും തകരാൻ മനസ്സില്ല. പെട്ടെന്ന് ശാരീരിയോട് സറിയോ പറഞ്ഞു, ഇനിയിപ്പോൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ, എന്ത് വന്നാലും നമുക്ക് നേരിടാം. പിന്നെ ഞങ്ങളോടല്ലായിരുന്നു കണക്ക് തീർക്കേണ്ടിയിരുന്ന രാഹുൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിനോട് തന്നെയാ. എനിക്കതറിയാം രൂപ, ഞാൻ അതറിയാൻ വൈകിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായത്. പക്ഷെ ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് ശാരി അങ്ങോട്ട് പോവാണ്. ഈ സമയം ശാരിനെ തന്നെ രൂപ ഇങ്ങനെ നോക്കി നിൽക്കുക. രൂപയ്ക്ക് മനസ്സിലായി ശാരി ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോയെന്ന്. ഇത്രയും കാലം നെഞ്ചോട് ചേർത്ത് പിടിച്ച മകള് ഒരു നിമിഷം അല്ലാതെ അറിഞ്ഞുമ്പം ഏതമ്മയ്ക്കാ സങ്കടം സഹിക്കാൻ പറ്റുന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്ന പ്രകാശന്റെ അടുത്ത് ഭാനുമതിയമ്മ ഇരിക്കുകയാണ്. ഭാനുമതി ഇരുന്ന് പ്രകാശം പറഞ്ഞു, അമ്മേ എനിക്ക് പുറത്തു പോകണമെന്ന് പറയാം. പുറത്തു പോകാനേ എങ്ങോട്ട് അമ്മേ? എത്രയെന്ന് വെച്ചാൽ അതിനകത്ത് കയറി അടച്ചിരിക്കുന്നത്, പുറത്തൊക്കെ ഒന്ന് പോകണം, ഒന്ന് ചുറ്റിക്കറങ്ങണം. പ്രകാശ, നിന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇറങ്ങി നടക്കാറൊന്നും ആയില്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. പിന്നെ നീ എങ്ങോട്ട് പോവാനാ? നിനക്ക് റെസ്റ്റ് വേണ്ടോണ്ടാ ഞാൻ തന്നെയാണെങ്കിലും ഇപ്പൊ തന്നെ സരവിന്റെ വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്യാന്ന് വെച്ചേ. മാസം 10,000 കിട്ടി, അത്ര ആയില്ലേ? വാടക കൊടുക്കാം. വാടകയോടൊപ്പം തന്നെ വീട്ടു ചെലവുകളും നടന്നു പോലോ. അവിടുന്ന് കിട്ടുന്ന ഫുഡൊക്കെ കൊണ്ടുവന്ന് തരാം. അത് പോരേടാ മോനെ, നീ ഇനി പുറത്തു പോകണമെന്ന് ചോദിക്കുക. പുറത്ത് പോകണമേ, എത്രയെന്ന് വെച്ചാൽ അടച്ചിരിക്കുന്നേ. ഞാൻ ആ ബാലണ്ണനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയായിട്ട്. അല്ല ഇപ്പൊ ബാലണ്ണം വന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ നടന്നു പോവും. എനിക്കെന്റെ മോനെ കാണണമേ. എനിക്ക് അവൻ ജയിലിൽ കയറിയപ്പോൾ ഞാൻ അവനെ കണ്ടിട്ടില്ല. രാജകുമാരനെ പോലെ അവനെ വളർത്തിക്കൊണ്ട് വന്നാ അവന്റെ കള്ളനെ പോലെ ജയിലിൽ കിടക്കണേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്ന് പറയാം. നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, പിന്നീട് ഒരിക്കൽ പോയി കാണാം. അത് പറ്റില്ലമ്മേ, എനിക്ക് അവനെ കാണണം. ഇല്ല, എന്റെ ചങ്ക് പെടഞ്ഞു പോകുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിച്ച അവനെയാ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ട് എഴുന്നേറ്റ് റെഡിയാകാൻ പോവാണ്. പിന്നീട് കാണിക്കുന്ന പ്രകാശൻ ജയിലിലേക്ക് വരുവാണ്. പ്രകാശൻ ജയിലിലേക്ക് വന്ന് ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടി പ്രകാശൻ ജയിലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വിക്രത്തിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അച്ഛനെ കണ്ടതും വിക്രത്തിന് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. വേറെ ആര് വന്നാലും കുഴപ്പമില്ല, അച്ഛൻ വന്നാൽ തകർന്ന് തരിപ്പണമായി പോകും. പെട്ടെന്ന് വിക്രത്തിനും കരയുന്ന കണ്ടപ്പോൾ ചോദിച്ചു, എന്താടാ മോനെ, നിന്നെ ആരും ഇവിടെ തല്ലിയോന്ന് ചോദിക്കാം. തല്ലിയോന്നോ? വരുന്നവരും പോകുന്നവരും എന്റെ ദേഹത്ത് കൈ വെക്കുമല്ലേ? ഞാൻ എന്താ ഇവിടുത്തെ ചെണ്ടയാന്ന് അവരുടെ വിചാരം. എല്ലാ കല്യാണിന്റെ പണിയാ. അവള് പൈസ കൊടുത്ത് ഇവരുടെ കാര്യങ്ങൾ സാധിപ്പിക്കുക. എന്നെ ഇടിച്ച് ഇഞ്ച് പരിവാക്കാനായിട്ടാണ് തോന്നുന്നത് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, എടാ മോനെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ അച്ഛൻ ജീവിച്ചിരിപ്പണ്ടേ അത് നടക്കില്ലെന്ന് പറയണ. എന്റെ അച്ഛൻ എന്തായി പറയണേ? എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രം മതി. എനിക്ക് കൊതിയാവും അച്ഛൻ വീട്ടിലേക്ക് വരാനായിട്ട്. എനിക്ക് വരണമെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കാൻ മോനെ, ഒന്നും സംഭവിക്കത്തില്ല. നിന്നെ എങ്ങനെയല്ലേ ഇറക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്കട്ടെ. അല്ല, അച്ഛനൊന്ന് ഓർത്ത് വയ്ക്കുക. അച്ഛൻ എങ്ങനെ ഇറക്കുമെന്നാ പറയണേ എന്നെ ഇവിടുന്ന്? അച്ഛൻ എന്നെ ഇവിടുന്ന് ഇറക്കൊണ്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയണം. പക്ഷെ അതൊക്കെ എനിക്ക് അറിയാം മോനെ. പക്ഷെ അങ്ങനെ നല്ലൊരു വക്കീലിനെ കിട്ടണമെങ്കിൽ ഇഷ്ടംപോലെ പൈസ കൊടുക്കണം. പൈസ കൊടുക്കാൻ ആരെങ്കിലും വേണ്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് പ്രകാശനോട് വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവരുണ്ടല്ലോ ആ സരിയു ശരി, അവരോട് ചോദിച്ച പണം കിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ, അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. പിന്നീട് പറഞ്ഞു, മോനെ, ഇനിയെങ്കിലും നീ ഇറങ്ങി നല്ലതായിട്ട് ജീവിക്കാൻ നോക്കണം. എവിടുന്ന്? ഞാനിവിടെ നിന്ന് ഇറങ്ങണത് എന്തിനാണെന്നറിയാവോ? എനിക്ക് പകരം വീട്ടാനായിട്ടാ. അവളുണ്ടല്ലോ കല്യാണി, കിരണ്, പിന്നെ എന്റെ അമ്മ എന്ന് വേണ്ട കുറെ എണ്ണങ്ങളുണ്ട്. അവറ്റകളോടല്ലേ എനിക്ക് പകരം വീട്ടണമെന്ന് പറയാ. നീ എന്താ മോനെ ഈ പറയണേ? വീണ്ടും നിനക്ക് ജയിലിലേക്ക് തന്നെ കയറാനാണോ? അച്ഛാ, ഇനി ഞാൻ ജയിലിലേക്ക് കയറത്തില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എൻ്റെ അടുത്ത് ആരുടെ ഒരു അടവോ അഭ്യാസവും ഒന്നും നടക്കാൻ പോണില്ല. എന്നെ കോടതി കയറ്റിയവൾ അവിടെ കല്യാണിക്കിടെ തന്നെ ഞാൻ ആദ്യം പണി കൊടുക്കും. പ്രകാശിന് മനസ്സിലായി വിക്രം നല്ല ദേഷ്യത്തിലാന്നുള്ള കാര്യം. പിന്നീട് വിക്രം പറഞ്ഞു, ജയിലിൽ ഒരു തവണ കിടന്നാൽ പിന്നെ ജയിൽ പുള്ളിയാണെന്ന് അറിയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര കുറ്റം ചെയ്തിട്ട് വന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കിവിടെ കിടക്കാൻ സമ്മതമാണ്. പക്ഷെ അതിനു മുമ്പ് ആ കല്യാണിനെയും കിരണിനെയൊക്കെ ഞാൻ തീർത്തിരിക്കും. ആരോടെ കളിച്ചെന്ന് അവൻ തിരിച്ചറിയണമെന്ന് പറയണം. അപ്പൊ പ്രകാശം പറഞ്ഞു, വേണ്ട മോനെ, അതിനൊന്നും പോണ്ട. എന്ത് വേണ്ട ഈ അച്ഛൻ പുറത്തു നിന്ന് ചെയ്തോളാം. കല്യാണിന്റെയും കിരണിന്റെയും കാര്യമല്ലേ, അച്ഛൻ ചെയ്തോളാം. ഇനി മോൻ ഒരു കാരണവശാലും വന്ന് അവിടെ ഒന്ന് ജയിലിൽ കയറാൻ ഇടയാവരുത്. പിന്നെ നമുക്ക് സമൂഹത്തിൽ നിലയും വില ഉയർച്ചയൊക്കെ വേണമെങ്കിൽ പണം വേണം മോനെ. പണം ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമേ നമുക്ക് വിലയുള്ളൂ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.